സവാളയൊക്കെ വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ വെന്തോന്ന് നോക്കണം. ചിക്കൻ്റെ മുറിഞ്ഞു പോരുന്നുണ്ട്, വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അപ്പോ ബ്രെഡോ എന്താണോ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് അതിന് എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്ത് ഒരു മസാലയും ചേർക്കുന്നില്ല. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. Cook with Sophie, sharing 40 years experience. നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചിക്കൻ പോട ഉണ്ടാക്കുന്നത് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ക്ലീനാക്കി ചെറുതാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത്. 3 മീഡിയം സൈസ് സവാള, ഇതുപോലെയുള്ള 2 കഷ്ണം ഇഞ്ചി, ഒരു 10-15 വരും ചെറുതൊക്കെ ഉള്ളതുകൊണ്ട് വെളുത്തുള്ളി അല്ലേ, കുറച്ച് കറിവേപ്പില. ഇതിന് എരിവ് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഞാൻ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ അരച്ചെടുക്കണം. 2.5 കപ്പ് തേങ്ങാപ്പാൽ, ഇത് 1-ാം പാലാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് തേങ്ങയിൽ നിന്നെടുത്ത് 2.5 കപ്പ് 1-ാം പാൽ. 1.5 ടീസ്പൂൺ കടുക്, ഇത് പൊടിച്ചെടുക്കുകയോ അരച്ചെടുക്കുകയോ ചെയ്യാം. ഇതിന് ഞാൻ ചെറുതായി ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിന് കടുക് പേസ്റ്റ് ഇപ്പം മേടിക്കാൻ കിട്ടും, അതെടുത്താലും മതി. വെളിച്ചെണ്ണ, ഉപ്പ്. സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ഒന്നിച്ചാണ് അരച്ച് വെച്ചിരിക്കുന്നത്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങോട്ട് കളർ മാറിപ്പോകണ്ട, എന്നാലും നന്നായിട്ട് ട്രാൻസ്പെറൻ്റായി ഒന്ന് കുഴഞ്ഞു വരണം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. സവാള ഇതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം. ഇതിന് എരിവിനാകെ ഈ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നല്ല എരിവുള്ള പച്ചമുളക് എടുക്കണം, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണം. ഇപ്പം പച്ചമുളക് അതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറിയിട്ടുണ്ട്, നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ പരുവത്തിൽ കിട്ടണം. അതിലേക്ക് ചിക്കൻ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഈ ചിക്കനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരണം. ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്യണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മതി. ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ചേർക്കാം. സവാള വഴറ്റിയപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതാണ്. ചിക്കന് കൂടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുള്ളൂ. അതായത് ഒന്ന് വെന്ത് വരുമ്പോഴേ നമുക്കിതിൻ്റെ ഉപ്പ് ശരിക്കും മനസ്സിലാവുള്ളൂ.
ഇപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് വഴറ്റിയെടുത്തതാണ്. ഇപ്പം ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങുന്നത് വരെ അടച്ചു വെക്കുക. ഇപ്പോൾ ഒരു 5-6 മിനിറ്റായി. നമുക്കിതൊന്നും നോക്കാം. ഇത് കണ്ടോ, ചിക്കനിൽ നിന്ന് ഇതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് വേണം ഇത് വേകാനായിട്ട്. വേറെ വെള്ളം ഒന്നും ചേർക്കരുത്. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്നും നോക്കാം. ഞാൻ ചെറുതീയിൽ തന്നെയാണ് ഇത് വെച്ചിരുന്നത്. കണ്ടോ, സവാളയൊക്കെ വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ വെന്തോന്ന് നോക്കണം. ആ ചിക്കൻ്റെ മുറിഞ്ഞു പോരുന്നുണ്ട്, വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ സവാളയൊക്കെ വെന്ത് കുഴഞ്ഞു വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ചെറുതീയിൽ തന്നെ വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ എനിക്കൊരല്പം കൂടുതലുണ്ട്. ഞാൻ അതിന് മാത്രം ഒരു 2 കപ്പോളമേ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി തീ ഒന്ന് കൂട്ടി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. നമുക്ക് എന്തോരം ഗ്രേവി വേണം, അത് നമ്മൾ അപ്പോ ബ്രെഡോ എന്താണോ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് അതിന് എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇത് കണ്ടാൽ ചിക്കൻ സ്റ്റൂ പോലെ തോന്നിയാലും ഇത് ചിക്കൻ സ്റ്റൂ അല്ല കേട്ടോ. ചിക്കൻ സ്റ്റൂവിന് ഉണ്ടാക്കുന്നത് തന്നെ ഇങ്ങനെയല്ലല്ലോ. ഇനി ഇത് മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരണം. ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഇപ്പം ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പം അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റായി. ഇനി ഒന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ഫോഡ റെഡിയായി. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രുചിയാണ്. ഇനി ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഒരു ചിക്കൻ ഫോഡ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.